മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കേന്ദ്രത്തിൻ്റേത് കൊടിയ അവഗണനയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനം റിപ്പോർട്ട് നൽകിയില്ലെന്നത് വിചിത്രവാദമാണ്. കേന്ദ്രം ആവശ്യപ്പെട്ട റിപ്പോർട്ട് 3 ഘട്ടങ്ങളിലായി നൽകിയിട്ടുണ്ട്. കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനത്തിന് പിന്നാലെ ഓഗസ്റ്റ് 10-ന് ആവശ്യങ്ങളുടെ കരടും 17-ന് വിശദ മെമ്മറണ്ടവും നൽകിയിരുന്നു. കേന്ദ്രം ആവശ്യപ്പെട്ട എല്ലാ മാനദണ്ഡവും പാലിച്ചുള്ള വിശദമായ റിപ്പോർട്ട് നവംബർ 13-ന് കേരളം കൈമാറിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക്. ആഗസ്റ്റ് 10-നാണ് പ്രധാനമന്ത്രി ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചത്. കേന്ദ്ര സംഘത്തിന് മുൻപാകെയും പ്രധാനമന്ത്രിയുടെ മുൻപാകെയും ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലെ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ കൃത്യമായി അവതരിപ്പിച്ചിരുന്നു. 583 പേജുള്ള വിശദവും സമഗ്രവുമായ പഠന റിപ്പോർട്ടാണ് സംസ്ഥാനം സമർപ്പിച്ചിട്ടുള്ളത്. സ്മാർട്ട് സിറ്റി പദ്ധതി നിന്നുപോയില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ടീകോമിന് നൽകുന്നത് നഷ്ടപരിഹാരമല്ലെന്നും ഓഹരി വില മാത്രമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്മാർട്ട് സിറ്റി സ്ഥലം ഏറ്റെടുക്കുകയാണ് ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സ്മാർട്ട് സിറ്റി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ചില കാര്യങ്ങളുണ്ടായിരുന്നു. അത് ഒന്നും നിന്നുപോവില്ല എന്നുള്ളതാണ്. ടീകോം അവർ വാങ്ങിയ ഓഹരി വില അതാണ് സാധാരണക്ക് മടക്കി കൊടുക്കേണ്ടി വരിക. TV പ്രസാദ് നൽകും വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ. പ്രസാദ്, കോടതിയിൽ നിന്ന് വലിയ വിമർശനമുണ്ടായിരുന്നു. അതോടൊപ്പം കേന്ദ്രം പറഞ്ഞത് കേരളം റിപ്പോർട്ട് കൊടുക്കാത്തത് കൊണ്ടാണ് ഈ ഫണ്ട് അനുവദിക്കാത്തത് എന്നാണ്. അതിനെ അക്കമിട്ട് എതിർക്കുകയാണോ മുഖ്യമന്ത്രി ഇന്ന് ചെയ്തിരിക്കുന്നത്? സായി, മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കേന്ദ്രത്തെ രൂക്ഷമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വിമർശിക്കുന്ന സ്ഥിതിയുണ്ടായത്. പ്രധാനമായും 3 കാര്യങ്ങളിൽ ഊന്നിയുള്ള വാർത്താ സമ്മേളനമായിരുന്നു ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത്. അതിൽ പ്രധാനപ്പെട്ടത് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ കേന്ദ്രം സഹായം നൽകാത്തതിനെ കുറിച്ചായിരുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ടത് സ്മാർട്ട് സിറ്റിയുമായി ഉയർന്ന വിവാദങ്ങളെക്കുറിച്ചായിരുന്നു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ചായിരുന്നു. ഇതിൽ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തെക്കുറിച്ചായിരുന്നു വിശദമായി മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതായത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം വാരിക്കോരി ഫണ്ട് കൊടുക്കുമ്പോൾ കേന്ദ്രത്തെ അവഗണിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ഒരു ഘട്ടത്തിൽ കേന്ദ്രം കേരളത്തിനെതിരെ വ്യാജ ആരോപണങ്ങൾ ഉണ്ടാക്കുന്നു എന്ന ആരോപണം കൂടി മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചു. അതായത് അവിടെ മുന്നറിയിപ്പ് ഉണ്ടായതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അത് ശരിയല്ലെന്ന് പിന്നീട് തെളിഞ്ഞു. അങ്ങനെ തുടങ്ങി കേന്ദ്രം ചെയ്യാത്ത കാര്യങ്ങൾ അക്കമിട്ട് നിരത്തുകയായിരുന്നു ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ചെയ്തത്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തം നടന്ന് 4 മാസം പിന്നിടുന്ന സമയത്തും കേന്ദ്രം സഹായം നൽകാൻ ഇതുവരെയും തയ്യാറായില്ല. റിപ്പോർട്ട് നൽകിയില്ല എന്നുള്ളതാണ് കേന്ദ്രം പറയുന്ന കാരണമായി പറഞ്ഞതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയുണ്ടായി. പക്ഷേ കേരളം കൃത്യമായ റിപ്പോർട്ടുകൾ നൽകി. എല്ലാം പഠിച്ച് ആദ്യം പ്രാഥമിക റിപ്പോർട്ടും പിന്നീട് വിശദമായ റിപ്പോർട്ടും എല്ലാം നൽകി. പക്ഷേ എന്നിട്ടും കേരളത്തെ അവഗണിക്കുകയാണ് കേന്ദ്രം ചെയ്തത്. പ്രധാനമന്ത്രി നേരിട്ട് ഇവിടെ സന്ദർശിച്ചു. പക്ഷേ അതിൻ്റെ ഒരു ഗുണവും കേരളത്തിനുണ്ടായില്ല. സമീപകാലത്ത് രാജ്യത്തുണ്ടായ മറ്റു ദുരന്തങ്ങൾ, അതായത് ത്രിപുര, ആന്ധ്ര, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ പേരെടുത്ത് പറഞ്ഞു മുഖ്യമന്ത്രി. അവിടെ കോടികളുടെ സഹായം നൽകിയപ്പോൾ കേരളത്തിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തെ വില കുറച്ച് കാണാനാണ്, അല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തി കുറച്ച് കാണുന്നതിനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത്. അതിനിടെ ഹൈക്കോടതിയിൽ നിന്നുണ്ടായ വിമർശനത്തിന് കാര്യമായ മറുപടി ഉണ്ടായില്ല എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയായിരുന്നു. അതായത് കേരളം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ്. അതായത് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കേന്ദ്രം തരുമ്പോൾ അത് തിരിച്ചടക്കണം എന്ന് പറയുന്ന വ്യവസ്ഥ മുമ്പെങ്ങും ഇല്ലാത്തതായിരുന്നു. പിന്നീടാണ് ആ വ്യവസ്ഥ ഉണ്ടായത്. മറ്റു തുറമുഖങ്ങൾക്ക് കേന്ദ്രം വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് യഥേഷ്ടം അനുവദിച്ചപ്പോൾ ആ പണം തിരിച്ചടക്കണം എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതായത് കേരളത്തിന് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് തന്നാൽ അത് തിരിച്ചു കൊടുക്കുമ്പോൾ അത് ഏതാണ്ട് 10,000 കോടി മുതൽ 12,000 കോടി വരെ ഉണ്ടാകും. ഈ പദ്ധതിയുടെ, അതായത് വിഴിഞ്ഞം പദ്ധതിയുടെ നേട്ടമുണ്ടാകുന്നത് അത് കേന്ദ്രത്തിനാണ് വലിയ നേട്ടമുണ്ടാകുന്നത്. പക്ഷേ എന്നിട്ടും വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് തരുന്നില്ല. തൂത്തുക്കുടിയിൽ തുറമുഖം തുടങ്ങിയപ്പോൾ തൂത്തുക്കുടിക്ക് ആവശ്യമായ ഈ ഫണ്ട് നൽകാൻ
കേന്ദ്രം തയ്യാറായി എന്ന വിമർശനവും മുഖ്യമന്ത്രി പ്രധാനമായും ഉന്നയിക്കുകയാണ്. അതായത് പക തീർക്കുകയാണ് കേന്ദ്രം എന്നുള്ളതാണ് മുഖ്യമന്ത്രി വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെടുത്തി പറഞ്ഞത്. അതോടൊപ്പം തന്നെ 4777 കോടി രൂപയാണ് സംസ്ഥാനം ഇതിനുവേണ്ടി ചെലവഴിക്കുന്ന എന്ന കാര്യം കേന്ദ്രം മറന്നു പോകരുതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓർമ്മപ്പെടുത്തി. അതോടൊപ്പം തന്നെ സ്മാർട്ട് സിറ്റിയുമായി ഉയർന്ന ചോദ്യങ്ങൾക്കായിരുന്നു പ്രധാനമായും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. അതായത് ഒരു നഷ്ടപരിഹാര തുക എന്ന നിലയിലല്ല ടീകോം കമ്പനിക്ക് തുക കൊടുക്കാൻ പോകുന്നത്. അവർ ഇവിടെ മുടക്കിയ പണം അത് തിരിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ് നഷ്ടപരിഹാരമാകുന്നത്? കേരളത്തിൻ്റെ മുന്നിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അവിടെയുള്ള 246 ഏക്കർ ഭൂമി അതെത്രയും പെട്ടെന്ന് സ്വന്തമാക്കി മറ്റ് കമ്പനികൾക്ക് തുടങ്ങാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് മുഖ്യമന്ത്രി പ്രധാനമായും ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതോടൊപ്പം തന്നെ മറ്റ് വിഷയങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി ഒഴിഞ്ഞുമാറുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അതായത് സമയം അവസാനിച്ചു എന്ന് പറഞ്ഞാണ് നവീൻ ബാബുവിന്റെ അവഗണിക്കുകയാണ്. കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്ന ഒരു ചോദ്യം കൂടി കേന്ദ്രമന്ത്രി അമിത്ഷായ്ക്ക് മുന്നിൽ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിക്കുന്നുണ്ട്. TV പ്രസാദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.